ഡിയർ സ്റ്റുഡൻസ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അധ്യായത്തിലെ 5-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പേമിൻ്റെ സ്ട്രക്ചർ, മെൻസ്ട്രുവൽ സൈക്കിൾ എന്നീ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്പേമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ സ്പെർമറ്റോസോവ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്. അപ്പോൾ ഈ സെല്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഗമീറ്റോജെനിസിസിൽ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് സ്പേം സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്പേം സെൽസ് ഉണ്ടാകുന്ന സെൽ ഡിവിഷൻ അത് മിയോട്ടിക് ഡിവിഷനാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സ്പെർമറ്റോഗോണിയൽ സെല്ലിൽ നിന്നും 4 സ്പേം സെൽസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്പേം സെൽസിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടും 4 പാർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്ന് പറയുന്ന ഭാഗങ്ങൾ. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന ഭാഗമാണ് സ്പേമിൻ്റെ ഹെഡ്. ഒരു ചെറിയ ഒരു നെക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മിഡിൽ പീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണാം. മിഡിൽ പീസിനെ തുടർന്ന് ടെയിൽ എന്ന് പറയുന്ന ഒരു പാർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സ്പേമിൻ്റെ സ്ട്രക്ചർ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്നീ 4 ഭാഗങ്ങൾ ചേർന്നതാണ് സ്പേം സെൽസ് അല്ലെങ്കിൽ മെയിൽ ഗമീറ്റോസൈറ്റ്സ് ആയ സ്പെർമറ്റോസോവ എന്ന് പറയുന്ന സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനമായിട്ടുമുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വിശദമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ ഒരു സ്പേം സെല്ലിൽ ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് എൻവലപ്പ് ചെയ്തുകൊണ്ട്, ആവരണം ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ കാണാൻ സാധിക്കും. A plasma membrane envelops the whole body of sperm. അപ്പോൾ ഒരു സെല്ലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ന്യൂക്ലിയസിലാണ് ക്രോമസോംസുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളെ സംബന്ധിച്ച് അതിൻ്റെ എണ്ണം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഹാപ്ലോയിഡ് സെൽസാണ്. ഹാപ്ലോയിഡ് സെൽസ് എന്ന് പറയുമ്പോൾ ക്രോമസോം നമ്പർ പകുതിയാണ് കാണുക. അല്ലാതെ മുഴുവൻ ക്രോമസോംസും കാണുന്നതിനെ നമ്മൾ ഡിപ്ലോയിഡ് സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീയിങ്സ് ഹാസ് 46 ക്രോമസോംസ്. അപ്പോൾ അതിൻ്റെ പകുതി 23 ക്രോമസോംസാണ് സ്പേം സെൽസിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്നത്. അതുകൊണ്ട് sperm cells haploid ആണ്. The sperm head contains an elongated haploid nucleus. ഇനി ഇതിൽ ഈ ഹെഡിൻ്റെ പോർഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇവിടെ കാണുന്ന ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഒരു തൊപ്പി പോലത്തെ ഒരു ഭാഗം. അതിനെ വിളിക്കുന്ന പേരാണ് അക്രോസോം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്പേമിൻ്റെ ഒരു പാർട്ടാണ് അക്രോസോം. അപ്പോൾ പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് സ്പേം ഹെഡിലുള്ള ക്യാപ്പ് ലേക്ക് സ്ട്രക്ചർ. ദ ക്യാപ്പ് ലേക്ക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദ സ്പേം ഹെഡ് ഈസ് നോൺ ആസ് അക്രോസോം. അപ്പോൾ ഈ അക്രോസോമിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളം എൻസൈംസുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈമാണ് ഹയാലൂറോണിഡേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഈ എൻസൈംസ് ഫെർട്ടിലൈസേഷൻ, അതായത് സ്പേമും എഗ്ഗും തങ്ങളിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഈ സ്പേമിൻ്റെ ഹെഡ് എഗ്ഗിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറും. അപ്പോൾ ആ ഒരു പെനിട്രേറ്റ് ചെയ്ത് കയറുമ്പോൾ ഈ എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓവത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ലെയറാണ് സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ. അപ്പോൾ ഈ സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് കയറാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് അക്രോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹയാലൂറോണിഡേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഈ എൻസൈംസ്
വഹിക്കുന്നു എന്നുള്ളതാണ് അക്രോസോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ അക്രോസോം ഈസ് ഫിൽഡ് വിത്ത് എൻസൈംസ് ദാറ്റ് ഹെൽപ്പ് ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഓവം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് മിഡിൽ പീസ്. മിഡിൽ പീസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മൈറ്റോകോൺട്രിയയുടെ വലിയൊരു കൂട്ടം, നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു ടേമാണ് നെബേൺ കേൺ എന്ന് പറയുന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. മൈറ്റോകോൺട്രിയയുടെ ആ ഒരു കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയൽ കോംപ്ലക്സിനെ വിളിക്കുന്ന ഒരു ടേമാണ് നെബേൺ കേൺ. അപ്പോൾ മൈറ്റോകോൺട്രിയ ധാരാളം കാണും. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ നമുക്കറിയാം. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എനർജി സെല്ലുകൾക്ക് കൊടുക്കുന്ന പവർ ഹൗസാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. പവർ ഹൗസ് ഓഫ് സെൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മെയിൽ ഫീമെയിൽ യൂണിയൻ നടക്കുമ്പോൾ ഫീമെയിൽസിൻ്റെ വജൈനയ്ക്കകത്തേക്ക് മെയിൽസിൻ്റെ സ്പേംസ് ഇജാക്കുലേറ്റ് ചെയ്യുകയും ഈ സ്പേംസ് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിനകത്തൂടെ കടന്ന് അത് യൂട്രസിനകത്തെത്തി, യൂട്രസിൽ നിന്ന് ഓവിഡക്റ്റിനകത്തെത്തി, ഓവിഡക്റ്റിൻ്റെ സ്ട്രക്ചർ നേരത്തെ നിങ്ങൾ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവും. ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ, ആംബുല ഇസ്മസ് എന്നുള്ള പാർട്ടുകൾ ഓർക്കുന്നുണ്ടാവും. ആ ഒരു പോർഷനിൽ സ്പേം എത്തുമ്പോഴാണ് ആക്ച്വലി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിനകത്തുകൂടെ ഇതിന് മൂവ് ചെയ്യാൻ വേണ്ട എനർജി അത് കൊടുക്കുന്ന പാർട്ടാണ് ഈ കാണുന്ന മിഡിൽ പീസ്. മിഡിൽ പീസിൽ ധാരാളം, നേരത്തെ സൂചിപ്പിച്ചു, മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയാണ് ഇതിനാവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്നത്. ദ മിഡിൽ പീസ് ഹാസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ വിച്ച് പ്രൊഡ്യൂസ് എനർജി ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ടെയിൽ ദാറ്റ് ഫെസിലിറ്റേറ്റ് സ്പേം മൊട്ടിലിറ്റി എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. മൊട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഫെർട്ടിലൈസേഷന് ആവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുന്നതിന് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഈ മൈറ്റോകോൺട്രിയ കാണുന്ന മിഡിൽ പീസ്. അപ്പോൾ ഹെഡ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിലുണ്ട്. അപ്പോൾ ഇവിടെ നെക്കിൽ സെൻട്രിയോൾസുകൾ കാണും. സെൻട്രിയോൾസിൽ നിന്നാണ് ഈ ആക്സിയൽ ഫിലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുകയും ടെയിൽ ഡെവലപ്പ് ചെയ്യുകയും ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും സെൽ ഡിവിഷന് ആവശ്യമായിട്ടുള്ള സെൻട്രിയോളുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും നെക്കിൽ കാണുന്ന രണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. പ്രോക്സിമൽ സെൻട്രിയോൾസ് എന്നും ഡിസ്റ്റൽ സെൻട്രിയോൾസ് എന്നും പറയുന്ന രണ്ട് സെൻട്രിയോൾസുകളുണ്ട്. ഡിസ്റ്റൽ സെൻട്രിയോൾസിൽ നിന്നാണ് ഈ ഒരു ടെയിലിന് വേണ്ടിയുള്ള ഒരു ആക്സിയൽ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രോക്സിമൽ സെൻട്രിയോളിൽ നിന്നാണ് അടുത്ത സെൽ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള സെൻട്രിയോളിനെ അടുത്ത് സൈഗോട്ടായി കഴിയുമ്പോഴത്തേക്കും സപ്ലൈ ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ ഹെഡ് പ്രധാനമായിട്ട് ഓർക്കേണ്ട ഭാഗമാണ്. ഒന്ന് ന്യൂക്ലിയസ്, മറ്റൊന്ന് അക്രോസോം. അക്രോസോമാണ് ഫെർട്ടിലൈസേഷന് ആവശ്യമായിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം. ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദ ഹെഡ് ഓഫ് സ്പേം എന്ന് പറയുന്ന ഭാഗം മൈറ്റോകോൺട്രിയാണ്. ഈ കാണുന്ന മിഡിൽ പീസിലെ മൈറ്റോകോൺട്രിയാണ് എനർജി, സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം. സ്പേമിനെ മൂവ് ചെയ്യാനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന പാർട്ടാണ് ടെയിലായി എന്ന് പറയുന്ന ഈ പാർട്ട്. അപ്പോൾ ഒരു കോപ്പുലേഷൻ നടക്കുമ്പോൾ, കോപ്പുലേഷൻ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ യൂണിയനെയാണ്, സെക്ഷൽ യൂണിയനെയാണ് കോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് പുരുഷൻ ഒരു പ്രാവശ്യം ഇജാക്കുലേറ്റ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് പുരുഷൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്പേംസ്, അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 200 മുതൽ 300 മില്യൺ സ്പേംസാണ് ഡ്യൂറിങ് എ കോയിറ്റസ്. കോയിറ്റസ് മീൻസ് ഇൻ്റർകോഴ്സ് ഓർ യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ഒരു സിംഗിൾ കോയിറ്റസ്, ഒരു പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു മെയിൽ പുറത്തേക്ക് വിടുന്നത് ഏകദേശം 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സ്പേം കൗണ്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വരുന്ന ഈ സ്പേം സെൽസിൽ സാധാരണ രീതിയിൽ മെയിൽ ഫീമെയിൽ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ ഈ വരുന്ന സ്പേംസിൽ 60% എങ്കിലും നോർമൽ ഷേപ്പും സൈസും ഒക്കെ എത്തിയിരിക്കണം. അതായത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പേം സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിൽ പല സ്റ്റേജസ് ഉണ്ട്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ട്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഉണ്ട്,
സ്പെർമാറ്റിഡ്സ് ഉണ്ട്, സ്പെർമറ്റോസോവയുണ്ട്. അപ്പോൾ മെച്ചുറായിട്ടുള്ള സ്പേംസ് മാത്രമല്ല പുറത്തേക്ക് വരിക, അതോടൊപ്പം പല സ്റ്റേജുകളിലുള്ള സെല്ലുകളുണ്ടാകാം. അപ്പോൾ എന്തായാലും ഈ വരുന്നതിൽ 60% സ്പേംസിനും നോർമൽ ഷേപ്പും സൈസും ഉണ്ടാവണം. ഈ 200 to 300 മില്യൺ സ്പേംസ് പുറത്തേക്ക് വരുന്നതിൽ 60% നോർമൽ ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. 40% എങ്കിലും വിഗറസ് മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം. വളരെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള സ്പേംസ് ആയിരിക്കണം. അപ്പോൾ ഇത് മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലിറ്റിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നോർമലായിട്ടുള്ള സ്പേംസ് എല്ലാം ഉണ്ടെങ്കിലും ഈ ആവശ്യത്തിനുള്ള എണ്ണം, അതുപോലെ തന്നെ ഷേപ്പും, അതുപോലെ തന്നെ മോട്ടിലിറ്റിയും ഒക്കെ എത്തിയ സ്പേംസ് ഉണ്ടാകണം. ഒരു പ്രാവശ്യം ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 to 300 മില്യൺ സ്പേംസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ 60% നോർമൽ ഷേപ്പും സൈസും എത്തിയിരിക്കണം. 40%-ന് വിഗറസ് മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം. ഭംഗിയായിട്ട് നന്നായിട്ട് മൂവ് ചെയ്യാൻ കപ്പാസിറ്റി എത്തിയ സ്പേംസും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയും കുഞ്ഞുണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അത് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും, പുരുഷ വന്ധ്യതയ്ക്കുള്ള ഒരു കാരണമായിട്ട് മാറും. അപ്പോൾ ഇത് ഇത്തരണത്തിലും ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ് സ്ക്രോട്ടത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നോർമലായിട്ട് സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ നോർമലായിട്ട് ഒരു ഇജാക്കുലേഷൻ നടക്കുമ്പോൾ ഈ കൗണ്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ടെമ്പറേച്ചറും അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്പേം സെൽസ് എവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നതെന്നുള്ളത്. അത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. ഇവിടെ നമ്മൾ പടം കണ്ടത് ഓർക്കുക. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം സെൽസ് അത് അടുത്ത് നേരെ എത്തുന്ന ഡയറക്ഷൻസ് ഓർമ്മയുണ്ടാകും. ഇവിടെ റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, അത് കഴിഞ്ഞ് വാസ് ഡിഫറൻസ്. അപ്പോൾ ഇതുവഴിയാണ് സ്പേം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന സ്പേം അത് വരുന്ന വഴിയിൽ വെച്ചിട്ട് ഇതൊരു വാസ് ഡിഫറൻസ്, ഇത് മറ്റൊരു വാസ് ഡിഫറൻസ്, 2 ടെസ്റ്റിസിൽ നിന്നും വരുന്ന വാസ് ഡിഫറൻസുകൾ. ഈ 2 വാസ് ഡിഫറൻസും കൂടെ ഇവിടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ട്യൂബ് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ദാറ്റ് ട്യൂബ് ഈസ് ദ യുറീത്ര. അപ്പോൾ ഈ വരുന്ന വഴിയിൽ വെച്ചിട്ട് ഇവിടെ അക്സസറി ഡക്ട്സുകൾ, ഗ്ലാൻസുകളുടെയും കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ അക്സസറി ഗ്ലാൻസ് ആണ് സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബർബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസിനും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ടെസ്റ്റിസിനകത്ത് സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷൻ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൽ അതിൽ സ്പേം സെൽസ് മാത്രമല്ല ഉള്ളത്, ഈ അക്സസറി ഗ്ലാൻസിൻ്റെ സെക്രീഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാൻസിൻ്റെ സെക്രീഷനും സ്പേം സെൽസിൻ്റെ മെച്യൂരിറ്റിക്കും അതുപോലെ തന്നെ സ്പേം സെൽസിൻ്റെ മോട്ടിലിറ്റിക്കും വളരെയധികം സഹായിക്കുന്ന സെക്രീഷൻസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ശ്രദ്ധിക്കുക, സെക്രീഷൻസ് ഓഫ് എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ആർ എസെൻഷ്യൽ ഫോർ മെച്ചുറേഷൻ ആൻഡ് മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. അപ്പോൾ സ്പേം സെൽസിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡുകളും എൻസൈംസുകളും ഒക്കെ ഇത് ഈ പറയുന്ന അക്സസറി ഗ്ലാൻസിൻ്റെ സെക്രീഷൻസിൽ ഉൾപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കുക. സ്പേം സെൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹെഡ്, ഒരു നെക്ക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ, മിഡിൽ പീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ, ടെയിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ. ഹെഡിലാണ് അക്രോസോം എന്ന് പറയുന്ന ഒരു പോർഷൻ ഇരിക്കുന്നത്. ഇതിനെയാണ് ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഫെർട്ടിലൈസേഷന് ആവശ്യമായിട്ടുള്ള എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് അക്രോസോം എന്ന് പറയുന്നത്. പിന്നെ മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്. മൈറ്റോകോൺട്രിയ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലായിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 200 to 300 മില്യൺ സ്പേംസ് ആണ്. അപ്പോൾ അതിൽ 60% നോർമൽ ഷേപ്പും സൈസും ഉണ്ടാകണം. 40% വിഗറസ് മോട്ടിലിറ്റി ഉണ്ടായാൽ മാത്രമേ നോർമലായിട്ടുള്ള ഫെർട്ടിലിറ്റി നടക്കുകയുള്ളൂ. അപ്പോൾ സ്പേംസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും ട്രാവൽ ചെയ്ത്
റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ് വാസ് ഡിഫറൻസിൽ കൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ട് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറീത്ര ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസൊക്കെ അതിൽ മിക്സായിട്ടാണ് സെമൻ പുറത്തേക്ക് വരുന്നത് എന്നുള്ള വസ്തുത ഓർമ്മിക്കുക. പിന്നെ നമുക്കടുത്ത മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 28-29 ഡേ സൈക്കിളാണ്. 28-29 ദിവസം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന സൈക്കിൾ. അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രായപൂർത്തിയായി, റീപ്രൊഡക്റ്റീവ്ലി ഷീ ഈസ് മെച്വർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് മെൻസ്ട്രൽ സൈക്കിൾ. പ്യൂബർട്ടി സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി എത്തി എന്ന് സൂചിപ്പിക്കുന്ന സൈക്കിൾ. അപ്പോൾ അത് ഈ ഒരു സൈക്കിൾ മനുഷ്യരിൽ മാത്രമല്ല, പ്രൈമേറ്റ്സിൽ, അതായത് മങ്കീസ്, ഏപ്സ് എല്ലാം കാണുന്ന ഒരു സൈക്കിളിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഹ്യൂമൻ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു 28-29 ഡേയ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സൈക്കിളാണ്. ദ സൈക്കിൾ ഓഫ് ഈവൻസ് സ്റ്റാർട്ടിങ് ഫ്രം വൺ മെൻസ്റ്റുറേഷൻ ടിൽ ദ നെക്സ്റ്റ് വൺ ഈസ് കാൾഡ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി, ഒരു 10 to 14 ഏജ് നോർമലി പറയുന്നത്, കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ നോർമലി വരുന്ന ആ ഒരു ഏജിലാണ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ നടക്കുന്നത്. അതിനെ വിളിക്കുന്ന ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് മെനാർക്കി. പ്രത്യേകം ഓർമ്മിക്കുക പേര്. ഇപ്പോൾ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആരംഭിക്കുകയും അതൊരു അറൗണ്ട് ഒരു 50 years ഓഫ് ഏജ് എത്തുമ്പോൾ, 50 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ചെയ്യും. അതിന് ഒരു ടേം ഉണ്ട്, മെനോപാസ് എന്ന് പറയുന്ന ഒരു ടേം. അപ്പോൾ ഇവിടെ ഫസ്റ്റ്ലി ഓർമ്മിക്കുക, മെനാർക്കി എന്നാണ് ആ ടേമിനെ വിശേഷിപ്പിക്കുന്നത്. ഫസ്റ്റ് മെൻസ്റ്റുറേഷൻ ഈസ് നോൺ ആസ് മെനാർക്കി. അപ്പോൾ ഇത് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഇൻ ദ ഫീമെയിൽ പ്രൈമേറ്റ്സ് ഈസ് കാൾഡ് മെൻസ്ട്രൽ സൈക്കിൾ. In human females, menstruation is repeated at an average interval of about 28 to 29 days. The cycle of events starting from one menstruation till the next one is called the menstrual cycle. The first menstruation begins at puberty and is called menarche. ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിന് പ്രധാനമായിട്ടും 4 ഈവൻസുകൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഫേസസ് പറയാറുണ്ട്. അതാണ്: 1 മെൻസ്ട്രൽ ഫേസ്, 2 ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ്, 3 ഓവുലേറ്ററി ഫേസ്, 4 സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ, ഇതൊരു 28 or 29 ഡേ സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 1 to 5th ഡേ എന്ന് പറയുന്നത് മെൻസ്റ്റുറേഷൻ്റെ ടൈമാണ്, ദാറ്റ് ഈസ് ബ്ലീഡിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ ഓവറിയിൽ നിന്നും ആദ്യമായിട്ട് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഓരോ മാസവും ഓവം റിലീസ് ചെയ്യുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഒവേറിയൻ ഫോളിക്കിൾസ്, അതാണ് ഇവിടെ ഫോളിക്കുലാർ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒവേറിയൻ ഫോളിക്കിൾസ്, ഓവത്തിലുള്ള ഫോളിക്കിൾ സെൽസ്, ആ ഫോളിക്കിൾ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്റ്റേജ്, അതാണ് ഒരു 5 to 13th ഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കറക്റ്റായിട്ട് 28 ഡേ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ആ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേയിൽ ഓവുലേഷൻ നടക്കും. അതുകൊണ്ടാണ് ഇവിടെ 14th ഡേയിന് ഒരു സൈക്കിളൂടെ പേരൂടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസ് എന്ന് വെച്ചാൽ. ഇനി അടുത്ത് വരുന്നതാണ് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോർപ്പസ് ലൂട്ടിയം. നേരത്തെ കേട്ടിട്ടുണ്ട്. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് റപ്ചർ ആയുന്ന ഒവേറിയൻ ഫോളിക്കിൾസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡാണ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ആ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് പ്രോജസ്ട്രോൺ. അപ്പോൾ ആ ഒരു സെക്രീഷൻ നടക്കുന്നത് കൊണ്ട്
സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ഫേസാണ്: മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ലൂട്ടിയൽ ഫേസ്. എന്നാൽ 14th ഡേയിൽ നമുക്കൊരു ഓവുലേറ്ററി ഫേസിൻ്റെ കാര്യം കൂടെ നമുക്കിവിടെ പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ഫേസ് പറയാം: മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ്, ഓവുലേറ്ററി ഫേസ്, സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ്. മെൻസ്ട്രുവൽ ഫേസ് 1 to 5th ഡേ, ഫോളിക്കുലാർ ഫേസ് 5 to 13th ഡേ, ഓവുലേറ്ററി ഫേസ് 14th ഡേ, സെക്രീറ്ററി ഫേസ് 15th to 28th ഡേ. ആ ഒരു രീതിയിൽ 4 ഫേസുകളെയും കുറിച്ച് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഓരോ ഫേസുകളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മെൻസ്ട്രുവൽ ഫേസ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത് മെൻസ്റ്റുറേഷൻ നടക്കുന്ന ഫേസസ് അല്ലെങ്കിൽ മെൻസസ് നടക്കുന്ന ഫേസാണ്. മെൻസസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്. ദാറ്റ് മീൻസ് വജൈനയിൽ നിന്നും പുറത്തേക്ക് ബ്ലഡും മറ്റ് സെക്രീറ്ററി പ്രോഡക്ട്സും ഒക്കെ പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ യൂട്രസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, അതിൻ്റെ ഏറ്റവും ഇന്നർ ലെയറാണ് എൻഡോമെട്രിയം. അപ്പോൾ ഈ ഒരു മെൻസ്ട്രുവൽ ഫേസിൽ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം അത് ഇതിനകത്തേക്ക് എത്തുകയും യൂട്രസിനകത്ത് വെച്ചിട്ട് അത് ഫെർട്ടിലൈസേഷൻ വിധേയമാവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ മെൻസ്ട്രുവൽ ഫേസ് ഉണ്ടാവില്ല. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലാണ് ഈ മെൻസ്ട്രുവൽ ഫേസ് വരുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുന്ന ഓവം ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയൽ ലൈനിങ് ഡീജനറേറ്റ് ചെയ്യുകയും അവിടുത്തെ ബ്ലഡ് വെസൽസൊക്കെ റപ്ചർ ആവുകയും ചെയ്യും. റപ്ചർ ആവുക മീൻസ് പൊട്ടുക. അപ്പോൾ ആ ഒരു കൺട്രാക്ഷൻ അവിടെ നടക്കും. ഇപ്പോൾ യൂട്രസിൻ്റെ ലേയേഴ്സിൽ ഓർക്കുന്നുണ്ടാവും, എൻഡോമെട്രിയം ഉണ്ട്, മയോമെട്രിയം ഉണ്ട്, പെരിമെട്രിയം ഉണ്ട്. മിഡിൽ ലെയറാണ് മയോമെട്രിയം. അപ്പോൾ ആ മയോമെട്രിയം മസിൽ ലെയറാണ്. അപ്പോൾ മസിൽ ലെയർ കോൺട്രാക്റ്റ് ചെയ്യുകയും ഈ എൻഡോമെട്രിയത്തിനകത്തുള്ള ബ്ലഡ് വെസൽസൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡെലിക്കേറ്റായിട്ടുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുകയും ഈ ബ്ലഡും അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ ഭാഗങ്ങളും സെക്രീഷൻസും ഒക്കെ വജൈനയിൽ കൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രുറേഷൻ. അപ്പോൾ ആ ഒരു മെൻസ്ട്രുവൽ ബ്ലഡിൻ്റെ ഫ്ലോ ഒരു 3 to 5 days സാധാരണ രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ശ്രമിക്കുക, മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുറേഷൻ സ്റ്റോപ്പ് ആകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ലാക്ക് ഓഫ് മെൻസ്ട്രുറേഷൻ മേ ബി ദ ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ഫസ്റ്റ് ഫേസാണ് മെൻസ്ട്രുവൽ ഫേസ്. മെൻസ്ട്രുവൽ ഫേസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ് ബ്രേക്ക് ആവുകയും ബ്ലഡും ഡീജനറേറ്റഡ് എൻഡോമെട്രിയൽ സെൽസും സെക്രീറ്ററി പ്രോഡക്ട്സും വജൈനയിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ആ പ്രോസസ്സിനെയാണ് മെൻസ്ട്രുറേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഫേസാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെൻസ്ട്രുവേഷൻ കഴിഞ്ഞിട്ട് 5th ഡേ to 14th ഡേ ഓഫ് സൈക്കിൾ. അപ്പോൾ അതിനിടയിൽ സംഭവിക്കാം, അല്ലെങ്കിൽ 30th ഡേ വരെ സംഭവിക്കാം. അപ്പോൾ ഈ സമയത്ത് ഒവേറിയൻ ഫോളിക്കിൾസ് ബിഗിൻസ് ടു ഡെവലപ്പ്. അപ്പോൾ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓവറിയിൽ ധാരാളം ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒവേറിയൻ ഫോളിക്കിൾസ് മെച്യൂർ ആകുമ്പോഴത്തേക്ക് നമ്മളതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. മെച്യൂർ ഫോളിക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ, അത് കഴിഞ്ഞിട്ട് മെച്യൂർ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾസ്. അപ്പോൾ ഈ മെൻസ്ട്രുവേഷൻ കഴിഞ്ഞാൽ ഓവറിയിൽ വീണ്ടും അടുത്ത ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്പാവും, അല്ലെങ്കിൽ അടുത്ത ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പാകാൻ ആരംഭിക്കും. അപ്പോൾ അങ്ങനെ ഡെവലപ്പാകുന്ന ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിളാണ് മെച്യൂറായിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഓവറിയിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ ഈ ഈസ്ട്രജൻ്റെ എഫക്റ്റ് കൊണ്ടുകൂടെയാണ് മെൻസ്ട്രുവൽ സൈക്കിളിൽ നമ്മളിവിടെ നേരത്തെ ഒരു ചാർട്ട് കണ്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവിടെ 4 ഹോർമോണുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഒരു LH എന്ന് പറയുന്നൊരു ഹോർമോൺ, FSH എന്ന് പറയുന്നൊരു ഹോർമോൺ. ഈ LHഉം FSHഉം ഇത് രണ്ടും പിറ്റ്യൂട്ടറി ഹോർമോൺസാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസാണ്. അപ്പോൾ ഈ രണ്ട് ഹോർമോൺസിൻ്റെയും ലെവല് ഒന്ന് ഗ്രാഫിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് രണ്ടും മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 14th ഡേ എത്തുമ്പോഴത്തേക്കും മാക്സിമത്തിലേക്ക് എത്തും. FSH എന്ന് പറയുന്നത് ഫോളിക്കിൾ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഹോർമോണാണ്. ഫോളിക്കിൾ സെൽസ് മെച്ചുറാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് FSH. LH എന്ന് പറയുന്നത് ഈ ഓവുലേഷന് സഹായിക്കുന്ന ഹോർമോണാണ്. ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ LH ബ്ലഡിൽ ആ സമയത്ത് മാക്സിമം ഉണ്ടായിരിക്കണം. ആ LH മാക്സിമം എത്തുന്ന ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് LH സർജ് എന്ന് വിളിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഹോർമോണുണ്ട്. ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോണുണ്ട്, പ്രോജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോണുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോണും ഈ 14th ഡേയിലൂടെ മാക്സിമം എത്തും. എന്നാൽ പ്രോജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് നോക്കിക്കേ, ഇത് 14th ഡേ കഴിയുന്നത് വരെ ഇത് വളരെ മിനിമം ലെവലിലേ ബ്ലഡിൽ കാണുകയുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞാലോ ഇവിടെ ഇത് മാക്സിമത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയമാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യാൻ ആരംഭിക്കുന്നത് 14th ഡേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 14th ഡേ കഴിയുമ്പോഴത്തേക്കും കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ആവുകയും അതിൻ്റെ സെക്രീഷൻ പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എംബ്രിയോ അത് കറക്റ്റായിട്ട് എൻഡോമെട്രിയത്തിൽ ഫിക്സ് ചെയ്തിരിക്കണമെങ്കിൽ ഈ പ്രോജസ്ട്രോണിൻ്റെ അളവ് ഇവിടെ മാക്സിമത്തിൽ തന്നെ നിൽക്കണം. അപ്പോൾ അത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രോജസ്ട്രോൺ. അപ്പോൾ എക്സാമിന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണിത്. ഈസ്ട്രോജൻ്റെയും പ്രോജസ്ട്രോണിൻ്റെയും LHൻ്റെയും ഒക്കെ ഫങ്ഷൻ. LH ആണ് ഓവുലേഷന് സഹായിക്കുന്ന ഹോർമോൺ. ഈസ്ട്രോജൻ ഫോളിക്കിൾ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഹോർമോൺ. പ്രോജസ്ട്രോൺ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ. അപ്പോൾ ആ ഹോർമോണിൻ്റെ ലെവലിൻ്റെ ഗ്രാഫും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഇനി 14th ഡേയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ LH സർജ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. LH സർജ് ഉണ്ടാവുകയും ഈ മെച്ചുറായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഓവം റിലീസ് ചെയ്യും. അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 14th ഡേയിലാണ്. 28 ഡേ കൃത്യം സൈക്കിളാണെന്നുണ്ടെങ്കിൽ ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 28 എന്ന് പറയുന്നത് ചിലപ്പോൾ 30 31 അങ്ങനെ മാറി വരാം, 27 26 അങ്ങനെയൊക്കെ മാറി വരാം. അപ്പോൾ കൃത്യമായിട്ട് 28 ഡേ സൈക്കിൾ നടക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ അതിൻ്റെ 14th ഡേയിൽ ഓവുലേഷൻ നടക്കാം. അപ്പോൾ ഇതാണ് ഓവുലേറ്ററി ഫേസ് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത ഫേസാണ് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് ഗ്രാഫിയൻ ഫോളിക്കിൾ സെൽസ് റപ്ചറായി ഓവം റിലീസ് ചെയ്തു. ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റപ്ചറായിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് ഇതാണ് പിന്നെ അത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് മാറും. ഒരു യെല്ലോയിഷ് കോണിക്കൽ സ്ട്രക്ചറായിട്ട് ഇത് മാറും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയം പിന്നെ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ ആരംഭിക്കും. ആ ഹോർമോണിൻ്റെ പേരാണ് പ്രോജസ്ട്രോൺ. അപ്പോൾ അതും പറഞ്ഞു, അത് എൻഡോമെട്രിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇംപ്ലാന്റേഷനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ അത് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഈ പ്രോജസ്ട്രോണിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പ് ചെയ്ത കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്യാൻ ആരംഭിക്കും. ദാറ്റ് മീൻസ് ചുരുങ്ങാൻ ആരംഭിക്കും. അപ്പോൾ ചുരുങ്ങി അതങ്ങ് ഇല്ലാതാകും. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, ഇപ്പോൾ മെയിൽ ഫീമെയിൽ യൂണിയൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അല്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്ത് അത് ചുരുങ്ങി ഇല്ലാതാവുകയും വീണ്ടും അടുത്ത 28 ഡേ കഴിയുമ്പോൾ അടുത്ത മെൻസ്ട്രേഷനിലേക്ക് പോവുകയും ചെയ്യും. ആ രീതിയിലാണ് മെൻസ്ട്രൽ ഫേസ് നടക്കുന്നത്. അപ്പോൾ മെൻസ്ട്രൽ ഫേസിൻ്റെ പ്രധാനപ്പെട്ട ഫേസുകൾ
ഓർമ്മിക്കുക. 1 മെൻസ്ട്രൽ ഫേസ്, 2 ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ്, അടുത്തത് ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. അപ്പോൾ മെൻസ്ട്രൽ ഫേസിൽ മെൻസസ് നടക്കുന്നു, ബ്ലീഡിങ് നടക്കുന്നു. ഫോളിക്കുലാർ ഫേസിൽ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ, മെച്ചർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. അത് 14th ഡേ എത്തുമ്പോഴത്തേക്കും ഓവുലേറ്ററി ഫേസ്, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചറായിട്ട് ഓവുലേഷൻ നടക്കുന്നു. വീണ്ടും അടുത്ത ഫേസായ ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസിലേക്ക് പോകുന്നു. ഇവിടെ കോർപ്പസ് ലൂട്ടിയം പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോർമോൺസൊക്കെ പ്രോജസ്ട്രോണിൻ്റെ ഹോർമോണ് മാക്സിമം ലെവലിൽ നിൽക്കും. ഇല്ലെങ്കിൽ പ്രോജസ്ട്രോൺ സെക്രീഷൻ ഗ്രാജ്വലി കുറയും. കാരണം ഇവിടെ കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും, ചുരുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്ത് അപ്രത്യക്ഷമാവുകയും തുടർന്ന് അടുത്ത മെൻസസിലേക്ക് അല്ലെങ്കിൽ അടുത്ത മെൻസ്ട്രുവേഷൻ പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്യും. During pregnancy, all events of menstrual cycle stop and there is no menstruation. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആൾ പ്രഗ്നൻ്റ് ആകുന്നു, ഗർഭിണിയാകുന്നു. ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ പിന്നെ സ്റ്റോപ്പ് ആവും. അപ്പോൾ absence of fertilization, corpus luteum degenerates. This causes disintegration of the endometrium leading to menstruation, making a new cycle. In human beings, menstrual cycle ceases around 50 years of age. That is termed as menopause. നേരത്തെ മറ്റൊരു ടേം നമ്മൾ പറഞ്ഞു, മെനാർക്കി. ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന ഒരു ടേമാണ് മെനാർക്കി. ഇനി ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പാകും. അതിനെ വിളിക്കുന്ന പേരാണ് മെനോപാസ്. അപ്പോൾ ഒരു ഫീമെയിൽസിൻ്റെ സംബന്ധിച്ചിടത്തോളം റീപ്രൊഡക്റ്റീവ് സൈക്കിൾ അവിടെ സ്റ്റോപ്പാകും. റീപ്രൊഡക്റ്റീവ് ലൈഫ് സ്റ്റോപ്പാവുകയാണ് 50 years ഓഫ് ഏജ് കഴിയുമ്പോൾ. Cyclic menstruation is an indicator of normal reproductive phase and extends between menarche and menopause. Menarche എന്ന് പറയുന്നത് ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഡ്യൂറിങ് പ്യൂബർട്ടി, അതിനെയാണ് മെനാർക്കി എന്ന് പറയുന്നത്. മെനോപാസ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആകുന്നതിനെയാണ് മെനോപാസ് എന്ന് വിളിക്കുന്നത്. ഇത്രയും പോർഷൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. കുറച്ച് അസൈൻമെൻറ്റ്സുകളുണ്ട്. അസൈൻമെൻറ്റ്സുകൾ ചെയ്ത് ആൻസേഴ്സ് എഴുതി അയച്ചു തരിക. താങ്ക് യു.